ഇവർ 2 തവണ വോട്ട് ചെയ്തു എന്ന് സമർത്ഥിക്കാൻ മാധ്യമ സമ്മേളനത്തിൽ രാഹുൽ പ്രദർശിപ്പിച്ച വോട്ടേഴ്സ് സ്ലിപ്പിൽ ശരിയടയാളം രേഖപ്പെടുത്തിയിരിക്കുന്നത് പോളിംഗ് ഓഫീസർ അല്ല എന്നും നോട്ടീസിലുണ്ട്. അതായത് പോളിംഗ് ഓഫീസർ അല്ല ടിക്ക് ചെയ്തത്. ഈ ശകുൻ റാണി എന്ന് പറയുന്ന സ്ത്രീ ആ ബൂത്തിൽ 2 തവണ വോട്ട് ചെയ്തു എന്ന് ടിക്ക് ചെയ്തത് പോളിംഗ് ഓഫീസർ അല്ല. രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള മറ്റാരാണ്, വേറൊരു കടലാസാണ് രാഹുൽ ഹാജരാക്കിയത് എന്നാണ് ഈ ഇലക്ഷൻ കമ്മീഷണർ പറയുന്നത്. വോട്ടർ പട്ടികയിൽ 2 പേരുണ്ടായിരുന്ന ശകുൻ റാണി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 തവണ വോട്ട് ചെയ്തു എന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാദത്തിനെതിരെ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ 80 ആൾക്കാർ ഒരു മുറിയിൽ ഇരുന്ന് വോട്ട് ചെയ്തു എന്നുള്ള സംഭവം പൊട്ടിപ്പോയി. അത് ചെയ്തത് കോൺഗ്രസ്സുകാരാണ്. പക്ഷെ 80 ആൾക്കാരൊന്നും വോട്ട് ചെയ്തിട്ടില്ല, 1-2 ആൾക്കാരെ പോയി വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന കാര്യം തെളിയുന്നു. ശകുൻ റാണി ഒരു ബൂത്തിൽ തന്നെ 2 വോട്ട് ചെയ്തു എന്ന് പറയുന്നത് 2 ടിക്കുമായിട്ടുള്ള രേഖ, അത് ഇലക്ഷൻ കമ്മീഷന്റെ രേഖയല്ല. ശകുൻ റാണി ഒരു സ്ഥലത്ത് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ 2 സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ല തെളിവുണ്ടോ എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയും. രാഹുൽ ഗാന്ധിക്ക് നൽകിയ നോട്ടീസിൽ പറയുന്നു. മറ്റൊന്ന് ഡിജിറ്റൽ രേഖ കൊടുക്കുന്നില്ല എന്ന് പറയുന്ന പകരം ഡിജിറ്റൽ രേഖ ഓൾറെഡി സൈറ്റിലുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇലക്ഷന് മുന്നേ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഡിജിറ്റൽ രേഖ പരിശോധിക്കാവുന്നതാണ്, ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, അതിനുള്ള സൗകര്യമുണ്ട് എന്നൊക്കെ പറയുന്നു. പിന്നീട് ഈ തുടക്കത്തിൽ തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സെൻട്രൽ ബാംഗ്ലൂരിന്റെ സ്ഥിതി. അവിടെ 7 സെഗ്മെന്റേ ഉള്ളൂ എന്ന് പറയുന്നു. ശരിക്കും 8 സെഗ്മെന്റ് ഉണ്ട്. 7 സെഗ്മെന്റിൽ ഒരിടത്ത് മാത്രമേ BJP മുന്നേറിയിട്ടുള്ളൂ എന്ന് പറയുന്നു. അത് തെറ്റാണ്. 8 സെഗ്മെന്റിൽ 4 സ്ഥലത്ത് BJPയും 4 സ്ഥലത്ത് കോൺഗ്രസുമാണ് മുന്നേറിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സൈറ്റ് നോക്കിയാൽ കാണാം. മാത്രമല്ല ഞാൻ പറഞ്ഞു 2009 മുതൽ 2024 വരെ 4 തവണ തുടർച്ചയായി ബാംഗ്ലൂർ സെൻട്രലിൽ ജയിച്ചത് BJP സ്ഥാനാർത്ഥികളാണ്. PC മോഹനാണ്. നിങ്ങൾ പരിശോധിക്കൂ. മാത്രമല്ല ഈ 8 സെഗ്മെന്റിലെ മറ്റൊരു രസം, അതായത് ഈ ബംഗളൂരു സെൻട്രലിലെ 8 സെഗ്മെന്റിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 BJPയുടെ MLA-മാരാണ് എന്ന് പറയാം. ബംഗളൂരു സെൻട്രലിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ കർണാടകയിലെ അതായത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയില്, കോൺഗ്രസിന് ആധിപത്യമുള്ള കർണാടകയില് രാഹുൽ ഗാന്ധി സ്പെസിഫിക്കായി എടുത്തു കാണിച്ച ഈ ബംഗളൂരു സെൻട്രൽ എന്ന് പറയുന്നത് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ള 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 BJPയുടെ MLA-മാരുള്ളതെന്നേ. എന്ന് പറഞ്ഞാൽ BJPക്ക് അവിടെ ശക്തി കേന്ദ്രമാണ് BJP. അതിൽ ഏറ്റവും ശക്തി കേന്ദ്രം ഈ മഹാദേവപുരയാണ്. അവിടെ ഈ 2024 മാത്രമല്ല, നിങ്ങൾ പരിശോധിച്ച് നോക്കി 2009 മുതൽ 14-ലും 19-ലും 24-ലും ഒക്കെ മഹാദേവപുര എന്ന് പറയുന്നത് BJPയുടെ സ്ട്രോങ് ഹോൾഡ് ആണ്. അവിടെയാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു ഭൂരിപക്ഷം കിട്ടുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിലും തുടർച്ചയായി ഈ മണ്ഡലങ്ങളിലൊക്കെ BJPക്ക് കൺസിസ്റ്റന്റ് ആയ ഒരു മാർജിൻ കിട്ടിയിട്ടുണ്ട്, ഒരു മുന്നേറ്റം BJPക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ രാഹുൽ ഗാന്ധി 4 ദിവസം മുമ്പ് രാഷ്ട്രത്തോട് ഈ ഇലക്ഷൻ കമ്മീഷൻ കള്ളവോട്ട് അല്ലെങ്കിൽ വ്യാജ വോട്ടാണ് ചെയ്തത്, അങ്ങനെയാണ് ഈ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത്, BJP അധികാരത്തിലെത്തി എന്നൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ മുഴുവനും പൊളിഞ്ഞ് പാളിസായിരിക്കുകയാണ്. എന്നിട്ടും ഉളുപ്പില്ലാതെ ഇപ്പോഴിതാ സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു, പ്രക്ഷോഭം നടത്തുന്നു. എത്ര കാലം മോനെ ഇങ്ങനെ ഒച്ചപ്പാട് വേളുണ്ടാക്കിയിരിക്കാൻ പറ്റുമോ? ഇതിന്റെ ഒക്കെ കാരണം എന്താ അറിയോ? ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലൊന്നും കോൺഗ്രസിന് ഒരു രക്ഷയുമില്ല. സതീശന്റെ മുട്ടിടിക്കണ്ട. കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് നിങ്ങൾ ഇക്കോലത്തിലാണെങ്കിലേ കേരളത്തിൽ നിങ്ങൾക്ക് ഒരു ഗതിയും പരഗതിയും ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നുണ്ടല്ലോ കേരളത്തിൽ അടുത്ത പ്രാവശ്യം പിണറായിയെ തട്ടി നിങ്ങൾ അധികാരത്തിൽ വരാൻ പോകുന്നുവെന്ന്. ഇതൊക്കെയാണല്ലോ നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ. ഏതായാലും മലയാള മനോരമ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഇതിന്റെ സത്യസ്ഥിതി ഏറെക്കുറെ ഇതിൽ എഴുതിയിരിക്കുന്നു. രാഹുൽ പറഞ്ഞ ശകുൻ റാണിയോ മറ്റാരെങ്കിലുമോ 2 തവണ വോട്ട് ചെയ്തു എന്ന് തെളിയിക്കുന്ന രേഖയുണ്ടെങ്കിൽ അത് നൽകാനും അങ്ങനെയെങ്കിൽ വിശദമായ അന്വേഷണം നടത്താൻ കഴിയുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. അപ്പൊ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന് വളരെ കൃത്യമായ മറുപടി തന്നെയാണ് കൊടുത്തത്. വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ പ്രതീക്ഷിക്കാം. രാഹുൽ ഇതോടുകൂടി തലയിൽ മുണ്ടിട്ട് ഓടേണ്ടതാണ്. ഇപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർണാടകയിലൊന്നും കോൺഗ്രസ്സുകാർക്ക് ഇറങ്ങി നടന്നു കേട്ടോ. അവിടുത്തെ BJPക്കാർ ചോദിക്കാണ്, ഇവിടെ ഒരു ലോക്സഭാ മണ്ഡലത്തെ എത്ര അസംബ്ലി സെഗ്മെന്റ് ഉണ്ടെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലേ കൂട്ടരെ? ഇതിൽ പലൊരു നാണക്കേട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വന്നു ചേരുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാഹുൽ ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ കാണിച്ചുകൊണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 4-5 ദിവസം മുമ്പ് നടത്തിയ ഇലക്ഷൻ കമ്മീഷനെതിരെ
അതായത് നരേന്ദ്രമോദി ജയിച്ചത് അല്ലെങ്കിൽ BJP ജയിച്ചത് കൃത്രിമ വോട്ടുകളെ കൊണ്ടാണ്, വ്യാജ വോട്ടുകളെ കൊണ്ടാണ്, അതായത് വോട്ട് കൊള്ള കൊണ്ടാണ് എന്ന തരത്തിലുള്ള അത്യന്തം അപകടകരമായ നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്തെ ഏത് തരത്തിലാണോ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. യഥാർത്ഥത്തിൽ ഇത് വളരെ ഏറ്റവും വലിയൊരു ഗൂഢാലോചനയാണ് കേട്ടോ. കാരണം രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ഭരണഘടനാ സ്ഥാപനം ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നിയാൽ അതിൻ്റെതായ വഴികളുണ്ട്. കോടതികളെ സമീപിക്കാം. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ എന്തെങ്കിലും അവരുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ അതിന് ചട്ടപ്രകാരമുള്ള നടപടിക്രമങ്ങളുണ്ട്. ഇതൊന്നും അല്ലാതെ ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് ആകെ അട്ടിമറിക്കപ്പെടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, രാജ്യത്തെ തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുന്നു എന്ന് പറയുന്ന അതിഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. നേരത്തെ ഒരു ചർച്ചയിൽ ആരെ പറയുന്നത് കേട്ടു, അതായത് രാജീവ് ഗാന്ധി, അതായത് രാഹുലിന്റെ പിതാവായ രാജീവ് ഗാന്ധി പണ്ട് ഈ ബാലറ്റ് പേപ്പറിനെതിരെ, അതായത് കോൺഗ്രസ് പല സ്ഥലത്തും തോൽക്കാൻ കാരണം ബാലറ്റ് പേപ്പറിൽ, അതായത് വോട്ടെണ്ണലിൽ നടക്കുന്ന കൃത്രിമങ്ങളാണ്. അതുകൊണ്ട് ഈ ബാലറ്റ് പേപ്പറുകളുടെ ഉപയോഗം കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസ് പലയിടത്തും തോൽക്കുന്നത്. അതുകൊണ്ട് ബാലറ്റ് പേപ്പർ ഒഴിവാക്കണം, EVM വേണമെന്ന് പറഞ്ഞ ആളാണ് രാജീവ് ഗാന്ധി. ഇപ്പം രാഹുൽ പറയുന്നത് EVM ആകെ പ്രശ്നം സുപ്രീം കോടതി വരെ ഓടിച്ചു. ഇങ്ങോട്ടേക്ക് ഇമാതിരി തോന്നിയാസം പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരരുതെന്ന് സുപ്രീം കോടതി തന്നെ വിരട്ടി വിട്ടു. കാരണം ഇലക്ഷൻ കമ്മീഷൻ വളരെ കൃത്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ വിശ്വാസ്യത സുപ്രീം കോടതി മുമ്പിൽ ഒരു പ്രത്യേകമായി രൂപീകരിച്ച വിദഗ്ധ സമിതി നാളുകൾ നീണ്ട പരിശോധനയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വളരെ കുറ്റമറ്റതാണ്, ഒരു തരത്തിലുള്ള തകരാറുകളും അതിനില്ല, വളരെ വിശ്വാസയോഗ്യമാണ് എന്ന് സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും പിന്നീടാണ് സുപ്രീം കോടതി പറഞ്ഞത്, രാഹുൽ ഗാന്ധിയോട് പറയുന്നത് ഇനിയും EVM-നെതിരായി എന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളുമായി ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെ ഓടിപ്പിച്ചതാണ്. അപ്പൊ പിന്നെ രാഹുലിന് വേറെ മാർഗമില്ല. പിന്നെന്താണ്, അതായത് മാനമര്യാദക്ക് ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല. കാരണം കോൺഗ്രസിന് ജയിക്കാൻ പറ്റില്ല. സ്ഥിതി അറിയാലോ. കഴിഞ്ഞ 3 തുടർച്ചയായി ലോക്സഭയിൽ, നമ്മുടെ പാർലമെന്റിലേക്ക് കഴിഞ്ഞ 3 പ്രാവശ്യം തുടർച്ചയായി പരാജയപ്പെട്ട അവസ്ഥ. ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കൈവിരലിൽ എണ്ണാവുന്നത് പോലുമില്ല. ആ സ്ഥിതിയിൽ കോൺഗ്രസ് ഇങ്ങനെ തുടച്ചു നീക്കപ്പെടുന്ന അവസ്ഥയിൽ പിന്നെ ഇവർക്ക് പറയാനുള്ളത് എന്താണ്? ഇവിടെ നടക്കുന്ന ഈ ഇലക്ഷൻ മുഴുവനിലും അട്ടിമറിയാണ് നടക്കുന്നത്, വ്യാജ വോട്ടുകളാണ് നടക്കുന്നത്, വോട്ട് കൊള്ളയാണ് നടക്കുന്നത്. വോട്ട് കൊള്ള കൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിലേറിയത്, BJP അധികാരത്തിലേറിയത് എന്ന് പറയുന്നത്. ഇതിന് കൃത്യമായ എന്തെങ്കിലും തെളിവുകൾ, അതാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്, നിങ്ങൾ തെളിവുകളുമായിട്ട് വാ, നിങ്ങൾ തെളിവുകൾ ഹാജരാക്കൂ എന്ന് രാഹുൽ ഗാന്ധിയോട് പറയുമ്പോൾ നിങ്ങൾ സത്യവാങ്മൂലം നൽകിക്കൊണ്ട്, കാരണം ഞാൻ പറയുന്നത് എന്റെ വിശ്വാസയോഗ്യമായ പിൻബലത്തിലാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ വാ എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി വരുന്നില്ല. കാരണം രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, രാഹുൽ ഗാന്ധിക്ക് അറിയാം ഞാൻ പറയുന്നത് മുഴുവനും പൊള്ളത്തരമാണ്, കള്ളത്തരമാണെന്ന് പറയാം. പക്ഷേ അത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷനിലേക്കോ സുപ്രീം കോടതിയിലേക്കോ ഒന്നും രാഹുൽ പോകില്ല. പകരം ഇങ്ങനെ തെരുവിൽ കിടന്നിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുക. കാരണം ഇന്ത്യയിലാകെ തിരഞ്ഞെടുപ്പ് വേളകളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് അട്ടിമറികൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ ആകെ അവതാളത്തിലാണ് എന്നൊരു പൊതുബോധം സൃഷ്ടിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം ഇന്നലെ ഇലക്ഷൻ കമ്മീഷണർ രാഹുൽ ഗാന്ധിക്ക് ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കാരണം രാഹുൽ ഗാന്ധി ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിൽ ഒരു ആരോപണം, അതായത് ശകുൻ റാണി എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഈ രാഹുല് ആരോപണം ഉന്നയിച്ചത് നമ്മുടെ എവിടെയാണ്, ബംഗളൂരു സെൻട്രലിലെ നിയമസഭാ സെഗ്മെന്റുകളിൽ എന്ന് പറഞ്ഞാൽ ആ ലോക്സഭാ മണ്ഡലത്തിൽ ബംഗളൂരു സെൻട്രൽ എന്ന ലോക്സഭാ മണ്ഡലത്തില് തുടക്കത്തിൽ തന്നെ രാഹുൽ ഗാന്ധി 6 മാസത്തെ പരീക്ഷണം, അല്ലെങ്കിൽ 6 മാസത്തെ ഗവേഷണത്തിന് ശേഷമാണത്രേ രാഹുലിന് ഈ ഒരു അപാകതകളൊക്കെ ബോധ്യപ്പെട്ടത്. എന്നിട്ടാണ് ഇയാള് പവർ പോയിന്റ് പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നത്. അതായത് കർണാടക എന്ന് പറയുന്നത് അറിയാമല്ലോ, കോൺഗ്രസിന്റെ ഒരു കോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് കർണാടക. കർണാടകയിൽ ഭരിക്കുന്നത് കോൺഗ്രസുകാരാണ്. നേരത്തെയും ഈ ലോക്സഭാ ഇലക്ഷന്റെ കാലത്തും ഭരിച്ചത് കോൺഗ്രസുകാരാണ്, ഇപ്പോഴും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ആ കർണാടകയിൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് അത്യാവശ്യം വേരോട്ടമുള്ള കർണാടകയിൽ കർണാടകയുടെ ഹൃദയഭാഗമായ സെൻട്രൽ ബംഗളൂരുവില് അവിടെ നടന്നത് അട്ടിമറിയാണെന്ന് പറയുന്നത്. അവിടെ 1 ലക്ഷത്തി ഏതാണ്ട് 250ഓളം 1 ലക്ഷത്തിലേറെ
1,00,000-ലേറെ വ്യാജ വോട്ടുകൾ അവിടെ ചേർക്കപ്പെട്ടു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞത് ഈ സെൻട്രൽ ബംഗളൂരുവില് എത്രയാണ് 7 നിയമസഭാ സെഗ്മെന്റുകളുണ്ട്, അതിൽ 6 ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് 6 മുന്നിൽ നിന്നത്. ഒരിടത്ത് മാത്രമാണ് മഹാദേവപുരയിൽ മാത്രമാണ് BJP മുന്നിൽ നിന്നത്. എന്നിട്ടും വോട്ട് അവസാനം കൂട്ടിക്കഴിഞ്ഞപ്പോൾ BJPക്ക് 36,000-33,000 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം കിട്ടി എന്ന് പറഞ്ഞാൽ അവിടെ 1,00,000-ൽ പരം കൃത്രിമ വോട്ടുകൾ, വ്യാജ വോട്ടുകൾ അവിടെ ഉണ്ട് എന്നായിരുന്നു രാഹുലിന്റെ ആരോപണം. ഇത് ബംഗളൂരിലെ കോൺഗ്രസ്സുകാർ മുഴുവനും തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ്. കാരണം സെൻട്രൽ ബംഗളൂരുവില് 7 നിയമസഭാ സെഗ്മെന്റുകൾ അല്ല ഉള്ളത്. അതുവരെ ഈ പൊട്ടനെ അറിയില്ല. അതുവരെ ഈ പൊട്ടനെ ആരും പറഞ്ഞു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ ഈ കോൺഗ്രസ്സുകാരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ബൂത്ത് തലം മുതൽ ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങൾ ഇപ്പോഴില്ല, പ്രവർത്തിക്കാൻ ആളില്ല. കാരണം ഈ നേതാവ് തന്നെ ഇങ്ങനെ ഒരു പൊട്ടൻ നേതാവ് ഉണ്ടായിരിക്കുമ്പോൾ പിന്നെ അണികളുടെ കാര്യം പറയാനില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നിങ്ങൾ. അതായത് 6 മാസത്തെ ഗവേഷണ ഫലമായി പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെതിരെ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. ആ ആരോപണം ഉന്നയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സകലമാന സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള അട്ടിമറികൾ നടത്തിയിട്ടുണ്ട്. സകലമാന സ്ഥലങ്ങളിലല്ല, BJP ജയിച്ച സ്ഥലങ്ങൾ കേട്ടോ. അതാണ് ഏറ്റവും വലിയ രസം. BJP എവിടെയൊക്കെയാണോ ജയിക്കുന്നത് അവിടെയൊക്കെ കൃത്രിമം നടന്നിട്ടുണ്ട്. കൃത്രിമം നടത്തിയിട്ടാണ്, വ്യാജ വോട്ടിലൂടെയാണ്, വോട്ട് കൊള്ളയിലൂടെയാണ് BJP ജയിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഉദാഹരണമായി എടുത്തു കാണിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബംഗളൂരു സെൻട്രൽ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലമാണ്. ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയും. ഞാൻ കഴിഞ്ഞ ചർച്ചകൾ നോക്കുമ്പോൾ അതൊന്നും ആരും അങ്ങനെ പറഞ്ഞതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല കേട്ടോ. ഈ ബംഗളൂരു സെൻട്രൽ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം 2009, 2014, 2019, അത് കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ 2024. രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് 2024, അതായത് ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഈ ബംഗളൂരു സെൻട്രലിൽ അവിടുത്തെ BJP സ്ഥാനാർത്ഥിയായ PC മോഹൻ ആണ് അവിടുത്തെ BJP സ്ഥാനാർത്ഥിയായ PC മോഹൻ 30,000 വോട്ടുകൾ കൂടുതൽ, 30,000 വോട്ടുകളുടെ എന്താ പറയാ ഭൂരിപക്ഷത്തിനാണ് അവിടെ ജയിച്ചത്. അവിടെ 1,00,000-ലേറെ വ്യാജ വോട്ടുകൾ ഉണ്ടാക്കിയിട്ടാണ് വിജയം നേടിയതെന്നാണല്ലോ ഈ പൊട്ടം പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞിരുന്നു, പണ്ടത്തെ പോലെ കള്ളങ്ങളൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞാലും, നിങ്ങൾ പറഞ്ഞാലും, രാഹുൽ ഗാന്ധി പറഞ്ഞാലും, അല്ലെങ്കിൽ അമിത്ഷാ പറഞ്ഞാലും, അല്ലെങ്കിൽ നരേന്ദ്രമോദി പറഞ്ഞാലും, ഇവിടെ ആര് എന്ത് പറഞ്ഞാലും ഇവിടുത്തെ ഓരോരുത്തർക്കും അവർക്ക് ഒരു കൈവിരൽ സ്പർശം ഒന്ന് തൊട്ട് നോക്കിയാൽ, ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അവർക്ക് കൃത്യമായ ഡാറ്റകൾ ലഭിക്കും. ഇതൊന്നും ആരും മൂടി വെച്ചതല്ല. നിങ്ങൾ ദയവായി ചെയ്യേണ്ടത് ബംഗളൂരു സെൻട്രൽ ലോക്സഭാ റിസൾട്ട് എന്ന് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ. എന്നാൽ നിങ്ങൾക്ക് കൃത്യമായി ബംഗളൂരു സെൻട്രൽ എന്ന് പറയുന്ന ആ ലോക്സഭാ മണ്ഡലത്തിന്റെ സ്ഥിതി എന്താണെന്ന് വളരെ വ്യക്തമായി നിങ്ങൾ ഒന്നല്ല, ഇതിൽ ഒരുപാട് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് അടക്കം വിവിധങ്ങളായ ദേശീയ മാധ്യമങ്ങളുടെ സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ നിന്ന് നിങ്ങൾ എല്ലാ സൈറ്റുകളും പരിശോധിച്ചോ, ഇതിലെല്ലാറ്റിലും നിങ്ങൾക്ക് കാണാം ഈ ബംഗളൂരു സെൻട്രൽ എന്ന് പറയുന്നത് 2009 മുതൽ 2024 വരെ തുടർച്ചയായ 4 ടേമിലും അവിടെ ജയിച്ചത് BJP ആണ്. അതൊരു BJPക്ക് ആധിപത്യമുള്ള മണ്ഡലമാണ്. ഇപ്രാവശ്യം അവിടെ 30,000-ൽ കൂടുതൽ വോട്ടുകൾക്കാണ് BJP ജയിക്കുന്നത്. അതാണ് എന്താ പറയാ, വ്യാജമാണ്, തകരാറാണെന്നൊക്കെ നമ്മുടെ രാഹുൽ ഗാന്ധി പറയുന്നത്. ഇതിന് തൊട്ടു മുമ്പ് 1,00,000-ലേറെ വോട്ടുകൾക്കൊക്കെ അവിടെ BJP ജയിച്ചിട്ടുണ്ടെന്നേ. മറ്റൊന്ന് ഈ PC മോഹൻ എന്ന് പറയുന്ന ഈ BJPയുടെ ഈ അവിടുത്തെ MP ആണ് കഴിഞ്ഞ 4 ടേമിലും 2009, 14, 19, 24 അവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥി PC മോഹൻ ആണ്. അപ്പൊ PC മോഹൻ തുടർച്ചയായി അവിടെ ജയിച്ചു വരുന്നൊരു മണ്ഡലം. മറ്റൊന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് അവിടെ 7 സെഗ്മെന്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതല്ല, 8 ആണ് എന്ന് രാഹുൽ ഗാന്ധിക്ക് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത ഒറ്റ മിനിറ്റും അല്ല, ഏതാനും സെക്കൻഡുകൾ കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അറിയേണ്ടതായിരുന്നു ബംഗളൂരു സെൻട്രലിൽ എത്ര എന്താ പറയാ അസംബ്ലി സെഗ്മെന്റ്സ് ഉണ്ട്. 7 അല്ല, 8 ആണ്. ഇനി രാഹുൽ പറഞ്ഞ ഏറ്റവും വലിയ ഒരു വിഡ്ഢിത്തരം എന്ന് പറഞ്ഞാൽ, വിഡ്ഢിത്തരല്ല, നമ്മളോട് പറയുന്ന കള്ളത്തരം, രാഷ്ട്രത്തോട് കള്ളത്തരം പറയാണ് എന്ന് പറഞ്ഞാൽ അവിടെ 7-ൽ ഒരു സ്ഥലത്ത് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഈ മഹാദേവപുരയിൽ മാത്രമാണ് BJP ലീഡ് ചെയ്തത്. അവിടെ മാത്രമാണ് ലീഡ് ഉണ്ടാക്കിയത്. ബാക്കിയുള്ള 6 കോൺഗ്രസ് ആണ് മുന്നിട്ട് നിന്നതെന്നാണ് ഈ വങ്ക പറയുന്നത്. നിങ്ങൾ പോയി സൈറ്റിൽ നോക്കി കൂട്ടരെ, അവിടെ 4-ൽ, അതായത് 8 സെഗ്മെന്റിൽ 4 കോൺഗ്രസും 4 BJPയുമാണ് ലീഡ് ചെയ്തിരുന്നത്.
ഇത് ഇപ്രാവശ്യം മാത്രമല്ലേ, ഇത് ഇപ്രാവശ്യം മാത്രമല്ല, 2009-ലും 2014-ലും 2019-ലും ഒക്കെ തന്നെയാണ് സ്ഥിതി. എന്ന് പറഞ്ഞാൽ ഓരോ അസംബ്ലി സെഗ്മെന്റിലും ഓരോരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് മേധാവിത്വമുണ്ട്. അതുകൊണ്ട് BJPക്ക് മേധാവിത്വമുള്ള 4 നിയമസഭാ സെഗ്മെന്റുകൾ അവിടെയുണ്ട്. അതിൽ മഹാദേവപുര കുറേയും കൂടി കൂടുതൽ BJPക്ക് സ്വാധീനമുള്ള സ്ഥലമാണ്. അങ്ങനെ ആ 8 അസംബ്ലി സെഗ്മെന്റിലുള്ള ആ മഹാദേവപുരയില് 4 സെഗ്മെന്റുകളിൽ കോൺഗ്രസും 4 സെഗ്മെന്റുകളിൽ BJPയാണ് ലീഡ് ചെയ്തത്. ഇതിലെന്താണ് അപാകത? അതാ മനസ്സിലാവാത്തത്. ഇത് മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഈ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. മറ്റൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ? ഈ കർണാടക എന്ന് പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. മുമ്പും ഇപ്പോഴും എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലും അതിനുശേഷവും അവിടെ ഭരിക്കുന്നത് ആരാണ്? അത് കോൺഗ്രസ് ആണ്. അപ്പൊ ഒരു സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അവിടെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നത്, ഇത്തരത്തിലുള്ള വോട്ടർ പട്ടിക കാര്യങ്ങൾ ചെയ്യുന്നത്, നിർവഹിക്കുന്നത്, ഇതിന്റെയൊക്കെ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങളൊക്കെ ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ആധിപത്യമുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ BJPക്കാരല്ലേ ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. ഇനി മറ്റൊന്ന്, 1 ലക്ഷത്തിൽ കൂടുതൽ വ്യാജ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ കള്ള വോട്ടുകളാണ്. യഥാർത്ഥത്തില് ഈ വോട്ടേഴ്സ് ലിസ്റ്റ്, ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഈ കരട് വോട്ടർ പട്ടികയിൽ ആരൊക്കെയാണോ വ്യാജ വോട്ടർമാർ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് വേറെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ നിലവിൽ ആ പ്രദേശത്ത്, നിലവിൽ ആ ഒരു മണ്ഡലത്തിൽ ആരൊക്കെയാണോ ഇല്ലാത്തത്, ആ ഇല്ലാത്തവരുടെ പേരൊക്കെ അതൊന്ന് വെട്ടും. ഇനി ആരൊക്കെയാണോ പുതുതായി ഉൾപ്പെടുത്തേണ്ടവരുടെ പ്രത്യേക അപേക്ഷയോടെ അവരുടെ പേര് ഉൾപ്പെടുത്തും. ഇതിനു വേണ്ടിയിട്ടുള്ള മാസങ്ങളോളം ഇതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു പ്രക്രിയയുണ്ട്. അപ്പൊ ഈ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റില് ഇവർ പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക് ഡാറ്റ തരുന്നില്ല, ഡിജിറ്റൽ ഡാറ്റ തരുന്നില്ല എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതായത് ഇലക്ഷന് മുന്നേ തന്നെ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ രേഖകളാണ് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ സാധനം ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലുണ്ട്. ഇത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇവിടെ അതെന്ത് ചെയ്യുന്നു? ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് അവരുടെ താഴെ തട്ടുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ബൂത്തുകളിലേക്ക് ഇത് വിഭജിച്ചു കൊടുക്കുന്നു. ബൂത്തുകളിൽ നിന്ന് ഓരോരോ വാർഡുകളിലേക്ക്, അത് കഴിഞ്ഞിട്ട് ഓരോരോ ചെറിയ പ്രദേശങ്ങളിലേക്ക് അവരുടെ നേതാക്കൾക്ക് ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇതിലേതെങ്കിലും ഇത്തരത്തിലുള്ള വ്യാജ വോട്ടർമാരുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെ, അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും വിശ്വസിക്കുന്ന, ഞങ്ങൾക്ക് ഈ അവരുടെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവര് അവരെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ, ചില ആൾക്കാരൊന്നും ഈ വോട്ട് ചെയ്യാനൊന്നും താല്പര്യമില്ലാത്ത കുറെ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഇവരെയൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇവരെ കൂടി ഇതിൽ ചേർത്തിപ്പിച്ച് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കും ഇവര്. ഇനി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാന്ന് പറഞ്ഞാൽ വെറുതെ ഒരാൾ എഴുതി കൊടുത്താൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പറ്റില്ല. ഇതാണ് ഈ പൊട്ടന്മാര് ഇവിടെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ അതായത് ബംഗളൂരു സെൻട്രലില് 1,250,000 വോട്ടുകൾ വ്യാജ വോട്ടുകൾ ഉണ്ടാക്കി എന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടിട്ടാണ് ഇപ്പൊ MA ബേബി പറയുന്നത് തൃശ്ശൂർ മണ്ഡലത്തിൽ 30,000 വ്യാജ വോട്ടുകൾ ഉണ്ടാക്കിയത്. 30,000 വ്യാജ വോട്ടുകൾ, ഇരട്ട വോട്ടുകൾ തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടാക്കിയത്. എന്റെ കൂട്ടരെ, ഈ വോട്ടുകളാണ്ട് ഉണ്ടാക്കിയൂടെയല്ല. ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അപേക്ഷിച്ചാൽ ഈ അപേക്ഷകൻ അവിടെ തന്നെ ഉള്ള ആളാണോ, ഇയാൾ ജീവിച്ചിരിക്കുന്ന ആളാണോ, ഇയാൾ പ്രായപൂർത്തി വന്ന ആളാണോ, ഈ വക കാര്യങ്ങളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർ പരിശോധിക്കും. ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ BJPക്കാരാണോ? അല്ല, MA ബേബി പറയുന്നത് തൃശ്ശൂരിൽ 30,000 വ്യാജ വോട്ടുകൾ ഉണ്ട് എന്നാണ് MA ബേബി പറയുന്നത്. ഇത് പരിശോധിക്കാൻ പോയ ആൾക്കാർ മുഴുവൻ BJPക്കാരേന്. എന്നാ പിന്നെ നിങ്ങൾക്ക് വേറെ പണി എന്താടോ? അതേപോലെ ഈ സെൻട്രൽ ബംഗളൂരുവില് ഈ പറയുന്ന ഈ 1 ലക്ഷത്തിൽ കൂടുതൽ ഇരട്ട വോട്ടുകൾ അല്ലെങ്കിൽ വ്യാജ വോട്ടുകൾ ഉണ്ടാവുമ്പോൾ ഇതൊന്നും പരിശോധിക്കാൻ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ അവിടെ BJPക്കാരായിരുന്നു. അവിടെ സിദ്ധറാമ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള ഈ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ, അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം, അവരുടെ ഉദ്യോഗസ്ഥന്മാര്, ഇവരൊക്കെയല്ലേ പരിശോധിച്ചത്. ഇനി പോട്ടെ, ഇവർ പരിശോധിച്ചിട്ട് ഓക്കെ ആണ്, ഉദ്യോഗസ്ഥന്മാര് അവരുടെ വഴിവിട്ട അല്ലെങ്കിൽ അവർ വേണ്ടത്ര ശുഷ്കാന്തിയോടെ പരിശോധിച്ചില്ല എന്നൊക്കെ വിചാരിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ വോട്ടർ പട്ടിക വീണ്ടും, അതാണ് കരട് വോട്ടർ പട്ടിക. അതായത് വോട്ടർ പട്ടികയിൽ പേരൊക്കെ ചേർത്ത് പേരൊക്കെ കുറെ ആവശ്യമില്ലാത്ത പേരൊക്കെ വെട്ടി, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. അതായത് ഇലക്ഷന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആളുകളുടെ, അതായത് അപേക്ഷകരുടെ ഈ പരിശോധന നടത്തിയിട്ട് ശരിയാണെന്ന് ബോധ്യപ്പെട്ട അപേക്ഷകരെ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഈ വോട്ടർ പട്ടിക വീണ്ടും പരിശോധിക്കും. ഈ വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇരുന്ന് പരിശോധിക്കും.
ഓരോ ഓരോ വാർഡ് തലത്തിൽ പരിശോധിക്കും, ഓരോ ബൂത്ത് തലത്തിൽ പരിശോധിക്കും, ഓരോ പ്രത്യേക ചെറിയ ചെറിയ സെഗ്മെന്റായി പരിശോധിക്കും. ഇവരൊക്കെ ഇവിടെ തന്നെയുള്ള ആൾക്കാരാണോ, ഇവരൊക്കെ ശരിക്കും ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണോ, ഇതൊക്കെ പരിശോധിക്കും. പരിശോധിച്ചു കഴിഞ്ഞിട്ട് ഇതിലുള്ള എതിർപ്പുകൾ, തകരാറുകൾ അല്ലെങ്കിൽ ഇതിന്റെ വല്ല ഇരട്ടിപ്പും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇവര് വീണ്ടും എന്ത് ചെയ്യുന്നു, വീണ്ടും പരാതിപ്പെടുന്നു. ഈ പരാതിയൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിച്ച് അതൊക്കെ തീർപ്പ് കൽപ്പിച്ച് എന്നിട്ട് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഈ അന്തിമ വോട്ടർ പട്ടികയും സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഈ അന്തിമ വോട്ടർ പട്ടികയിലും എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ വീണ്ടും ഇവർക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇവർക്ക് ഇത് ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ മാസങ്ങളോളം വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ മാത്രമല്ല രാജ്യത്തുടനീളമുണ്ട്. ഇനി ഇതൊക്കെ പോട്ടെ, നമ്മളൊക്കെ വോട്ട് ചെയ്ത ആൾക്കാരാണല്ലോ. വോട്ട് ചെയ്യാൻ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതാത് പ്രദേശത്തെ ഏജന്റുമാര് ഈ വോട്ടിംഗ് ബൂത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും പിന്നില്. നമ്മൾ ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കന്മാര് നമ്മളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും, ഇല്ലേ? നിങ്ങളൊക്കെ വോട്ട് ചെയ്യാൻ പോയ ആൾക്കാരല്ലേ? നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ പേര് വിളിക്കും, നിങ്ങളുടെ പേര് ഇങ്ങനെ വിളിക്കും, നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ മറ്റേ നമ്പർ, ഈ സാധനങ്ങളൊക്കെ വിളിക്കുന്ന സമയത്ത് പോളിംഗ് ഉദ്യോഗസ്ഥന്മാരല്ലാതെ പിന്നിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ, BJP-യുടെയും കോൺഗ്രസിന്റെയും CPM-ന്റെയും ഈ ഈ എന്താ പറയാ ഇവരുടെ ഏജന്റുമാര്, പോൾ ഏജന്റുമാര്, ഈ ഏജന്റുമാര് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഇങ്ങനെ നോക്കും, ഇവൻ തന്നെയാണോ ആള്, ഇതൊക്കെ ഇവരുടെ നാട്ടിലുള്ള ആൾക്കാരാണ്, ആ പ്രത്യേക ബൂത്തിലുള്ള ആൾക്കാരെയാണ് ഇവർ നോക്കുക. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും എന്താ പറയാ വ്യാജ ID കാർഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇരട്ട വോട്ടിന്റെ പശ്ചാത്തലത്തിലോ അതല്ലാത്ത ഒരാളാണ് വോട്ട് ചെയ്യാൻ പറ്റെങ്കിൽ ഇവർ അന്നേരം ഇടപെടും. ഇയാളല്ല എന്താ പറയാ വോട്ട് തട്ടിപ്പ് എന്നൊക്കെ പറയും. ഇങ്ങനെ പിടിക്കാലോ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് സെൻട്രൽ ബംഗളൂരുവില് 1 ലക്ഷത്തിൽ ചില്ലാൻ കള്ള വോട്ടുകൾ ഉണ്ടായത്ര, ഇത് ആരോടാ പറയുന്നത് മോനെ? ഇത് കേട്ടപ്പോഴാണ് MA ബേബിക്കൊക്കെ ഇവിടെ അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായത്. അങ്ങനെ പറയുന്നത് ഈ തൃശ്ശൂരും അങ്ങനെയാണ്. കാരണം സുരേഷ് ഗോപി ജയിച്ചതെന്ന്, സുരേഷ് ഗോപി 10 വോട്ടിനല്ല ജയിച്ചത്, 100 വോട്ടിനല്ല ജയിച്ചത്, 75,000-ഓളം വോട്ടിനാണ് ജയിച്ചത്. ഇനി MA ബേബി പറയണ 30,000 വോട്ട് എന്തൊക്കെയാ പറയുന്നത് അറിയോ? സുരേഷ് ഗോപിന്റെ വീട്ടിൽ നിന്ന് 11 വോട്ട് ഇവിടെ ചേർത്തിട്ടുണ്ട്. സുരേഷ് ഗോപിന്റെ വീട്ടിൽ നിന്ന് 11 വോട്ട് ചെയ്തത് എന്താ പ്രശ്നം? സുരേഷ് ഗോപി അവിടെ വീടുണ്ട്, വീട് വാടക എടുത്താണോ താമസിക്കുകയാണ്. സുരേഷ് ഗോപിന്റെ ഭാര്യ, മക്കള്, പിന്നെന്താണ് അനിയന്മാര്, ഏട്ടന്മാർ, അങ്ങനെയുള്ള അവരുടെ കുടുംബത്തിലെ 11 ആൾക്കാർ അവിടെ വോട്ട് ചെയ്തതിന് നിങ്ങൾക്ക് എന്താ കൂട്ടരെ? സുരേഷ് ഗോപിയുടെ ആൾക്കാർക്കൊന്നും അവിടെ വോട്ട് ചെയ്തൂടെ? കൃത്യമായ ഇലക്ഷൻ കമ്മീഷന്റെ ചട്ടങ്ങളുണ്ട്. ഒരു പ്രത്യേക ഒരു മണ്ഡലത്തില് ഒരു 6 മാസം സ്ഥിരതാമസമായ ആൾക്കാർക്ക് അവിടെ വോട്ട് ചെയ്യാം. ഇതൊക്കെ അന്വേഷിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാര്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇതൊക്കെ ചെയ്താലും ചിലപ്പോ ഒന്നോ രണ്ടോ കള്ളവോട്ടുകൾ, കാരണം കള്ളവോട്ട് ചെയ്യാനൊക്കെ വളരെ പരിശീലനം സിദ്ധിച്ച ആൾക്കാരൊക്കെ നമ്മളവിടെ ഉണ്ടല്ലോ. കള്ളവോട്ടിന്റെ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ ചിലപ്പം ഇലക്ഷൻ കമ്മീഷന്റെ ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിലോ ഇത്തരത്തിലൊക്കെ ചിലപ്പോൾ ചില അപാകതകളൊക്കെ ഉണ്ടാവാം എന്ന് വിചാരിച്ചിട്ട് ഇത്രയും ഭീകരമായ സംഭവങ്ങൾ അപ്പൊ ഈ പറയുന്ന ഈ സംവിധാനങ്ങളൊന്നും കോൺഗ്രസ്സുകാർ പരിശോധിക്കാറില്ലേ? അവിടെയാണ് രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പാർട്ടി കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു എന്നാണ് ഈ പൊട്ടം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കരട് വോട്ടർ പട്ടിക നോക്കാൻ ആളില്ല, അന്തിമ വോട്ടർ പട്ടിക കിട്ടിയാൽ നോക്കാൻ ആളില്ല, അത് കഴിഞ്ഞ് ഈ ബൂത്തുകളിൽ ഞങ്ങൾക്ക് ഇരുത്താൻ ഞങ്ങൾക്ക് ഏജന്റുമാരില്ല, ഞങ്ങളില്ല, കോൺഗ്രസ്സുകാർ ഇവിടെ ഇല്ല എന്ന് പൊട്ടം പറയാണ്. എന്നിട്ട് ഈ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ നാട്ടുകാർ മുഴുവൻ പറയുന്നു ഇവിടെ നരേന്ദ്രമോദി ജയിച്ചത് കള്ളവോട്ടിലെയാണ്, വോട്ട് കൊള്ളയിലൂടെയാണ്. ഇത് എന്നിട്ട് കുറെ പത്രക്കാര് രാഹുൽ ഗാന്ധി ഇതാ അണുബോംബ് ഇടുന്നു, ആറ്റം ബോംബ് ഇടുന്നു, ആകെ ഞെട്ടി. ആറ്റം ബോംബ് ഇവനെ കണ്ടല്ലോ, പച്ച മട്ടലല്ല, അതിന്റെ അങ്ങേപ്പുറത്ത് സാധനം കണ്ട് അടിച്ചു ഓടിക്കേണ്ടതാണ്. ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു, രാഹുലിനോട് പറയുന്നു വളരെ കൃത്യമായ കാര്യമല്ലേ, തെളിവ് സഹിതം, നിങ്ങൾ സത്യവാങ്മൂലം സഹിതം. ഇതൊന്നും ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കി പറയില്ല, ഇതൊന്നും അമിത്ഷാ ഉണ്ടാക്കി പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഇതൊന്നും നരേന്ദ്രമോദി ഉണ്ടാക്കി പറയുന്നതല്ല, BJP സർക്കാർ ഉണ്ടാക്കി പറയുന്നത്. ഇതൊക്കെ കോൺഗ്രസ്സുകാർ പണ്ടുണ്ടാക്കിയ ചട്ടങ്ങളാണ്. ഇങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ പരാതി നൽകേണ്ടത്. ഇനി ഇതൊന്നും അല്ലാന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് കോടതി പോയിക്കൂടെ? ഇവിടെ ആകെ തകർന്നു കിടക്കാന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പോടോ? പേടിയാണല്ലേ? കോടതികളൊക്കെ രാഹുൽ ഗാന്ധി പേടിയാണ്. എല്ലാ സ്ഥലത്തും പോയി ഇങ്ങനെ അബദ്ധങ്ങളും ഈ വിഡ്ഢുവായത്തങ്ങളും പറഞ്ഞിട്ട് അവസാനം എല്ലാ കോടതികളും ഓടിച്ച് വിട്ട് നാണം കെട്ട അവസ്ഥയില് ഈ പോങ്ങനെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടിപ്പോ എന്താ പറയാ, ഈ ഇന്ത്യ സഖ്യത്തിലെ ആൾക്കാരെല്ലാം കൂടിയും ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലേക്ക് ധർണ നടത്തിയാണ്, മാർച്ച് നടത്തിയാണ്, പ്രത്യേക വെബ്സൈറ്റ് ഉണ്ടാക്കിക്കുന്നത്, ആൾക്കാർക്കൊക്കെ വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കണ്ട് രജിസ്റ്റർ ചെയ്യാം.
എടോ ഇത് നിങ്ങൾ പൊട്ടന്മാരാണെന്ന് വിചാരിച്ചിട്ട് നാട്ടിലെ മുഴുവൻ ആൾക്കാർ പൊട്ടന്മാരാണോ? ഇപ്പൊ പത്രങ്ങളൊക്കെ ഇപ്പൊ ഏതാണ്ട് മനസ്സിലായിരിക്കുന്നത്. പത്രങ്ങൾക്കും ചാനലുകൾക്കൊക്കെ ഈ രാഹുലിന് വേണ്ടിയിട്ട്, കോൺഗ്രസിന് വേണ്ടിയിട്ട് ആന്റി BJP എന്ന് പറയുന്ന BJPക്ക് എതിരായ ഒരു 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 മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ചാനലുകളും ബാക്കിയെല്ലാ ആൾക്കാരും ഇതിങ്ങനെ കൊട്ടി ഘോഷിക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ ചർച്ചയിലൊക്കെ അബ്ജോദൊക്കെ ഇന്നലെ ചർച്ച നയിക്കുമ്പോൾ പല പ്രാവശ്യം അബ്ജോദ് പറയുണ്ടായി, ഞാൻ ഇത് എൻഡോഴ്സ് ചെയ്യുന്നില്ല, രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ ഞാൻ എൻഡോഴ്സ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പറയും. അതായത് രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല എന്നവരുടെ ഇവർക്കൊക്കെ അറിയാം. രാഹുൽ ഗാന്ധി പറയുന്ന ഇവർക്കല്ലാന്നേ, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തെറ്റാണ്. ഏതൊരു ബംഗളൂരു സെൻട്രലിൽ തന്നെ ഏതോ ഒരു റൂമില് 80 ആൾക്കാർക്ക് ഒരേ ഒരു എന്താ പറയാ ഒരു റൂമിന്റെ ഒരു മുറിയുടെ അഡ്രസ് ആണ് കൊടുത്തത്. അവിടെ 80 ആൾക്കാർ അവിടെ വോട്ട് ചെയ്യാനെത്തി. അവസാനം അന്വേഷിച്ച് ഇവിടുത്തെ മലയാളികളായ പത്രലേഖകരോട് അന്വേഷിച്ചിരുന്നപ്പോഴാണ് അവിടെ കുറെ ആൾക്കാർ 10-50 ആൾക്കാരൊക്കെ ഈ വോട്ടേഴ്സ് എന്താ പറയാ ഈ തെരഞ്ഞെടുപ്പ് ഐഡന്റിറ്റി കാർഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇതാ കോൺഗ്രസ്സുകാരാ. ഏറ്റവും വലിയ രസം അവിടെ ചെന്നപ്പോൾ BJPക്കാരല്ലത്, അത് കോൺഗ്രസ്സുകാരാണ്. ആ റൂമിന്റെ ഉടമ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ്സുകാരനാണ്. അയാൾ പറഞ്ഞു ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ BJPക്കാരനല്ല. ഇവിടെ കുറെ ആൾക്കാർ താമസിച്ചിരുന്നു, അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്നു. അവര് നമുക്ക് ID കാർഡ് വേണമല്ലോ. അപ്പൊ ID കാർഡിന് വേണ്ടിയിട്ട് അവര് അവരുടെ ഈ ഇലക്ഷൻ ID കാർഡുകൾ അവരെല്ലാവരും ഉണ്ടാക്കിയിരുന്നു, വോട്ടേഴ്സ് കാർഡ് ഉണ്ടാക്കിയിരുന്നു എല്ലാവരും. ഇവരെല്ലാം എത്ര ആൾക്കാർ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 1-2 ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടാവില്ല, എല്ലാവരും പോയി വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അവർക്ക് ID കാർഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. കാരണം ഈ ഇലക്ട്രൽ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ID കാർഡാണ്. ഈ ID കാർഡിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 5-6 മാസം താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ പേരിൽ ഇലക്ട്രൽ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇത് BJPക്കാരല്ല. അതോടുകൂടി രാഹുലിന്റെ ആരോപണങ്ങൾ എന്തൊക്കെയാണ് പൊട്ടിപ്പോയെന്ന് അറിയോ? ഇപ്പൊ ശകുൻ റാണി എന്ന് പറയുന്ന സ്ത്രീ 2 ഇടത്ത് വോട്ട് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. 2 ഇടത്ത്, അതായത് ഒരു ബൂത്തില് ശകുൻ റാണി എന്ന് പറയുന്ന ഒരു വോട്ടർ 2 വോട്ട് ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ നോട്ടീസ് കൊടുത്തുകൊണ്ട് തെറ്റാണെന്ന് തെളിയിച്ചത്. കാരണം രാഹുൽ ഗാന്ധി പ്രൊഡ്യൂസ് ചെയ്ത രേഖകൾ എന്ന് പറയുന്നത് ഈ കോൺഗ്രസിന്റെ ഒരു ബൂത്ത് ഏജന്റ് ടിക്ക് ചെയ്ത 2 സാധനങ്ങളാണ്. ഈ 2 ടിക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ രേഖയല്ല. അവസാനം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഈ ശകുൻ റാണി എന്ന് പറയുന്ന ആ സ്ത്രീ ഒരു വോട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവരുടെ പേരില് വേറെ ഒരു എന്താ പറയാ വേറെ ഒരു ID കൂടി, അല്ലെങ്കിൽ രണ്ട് വോട്ടുകൾ ഇവർക്ക് വേണ്ടി ഉണ്ടായിരുന്നു എന്ന്, ഇവർ 2 വോട്ട് ചെയ്തു എന്ന് തെളിയിക്കാനുള്ള രേഖകളൊന്നും ഇല്ല. ഇവരൊരു വോട്ടേ ചെയ്തിട്ടുള്ളൂ. 2 വോട്ട് തെളിയിച്ചു എന്നുള്ള രേഖ ഇവരുണ്ടാക്കിയ രേഖയാണ്, രാഹുൽ ഗാന്ധി ഉണ്ടാക്കി. അതാണ് നിങ്ങളുടെ വ്യാജരേഖയാണ്. രാഹുൽ ഉയർത്തിക്കാട്ടിയത് മുഴുവൻ വ്യാജരേഖയാണ് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. വളരെ പവിത്രമായി കരുതേണ്ടുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തെ കരിവാരി തെക്കുകയാണ് ഈ മനുഷ്യൻ. ഇയാളുടെ പിന്നിൽ അതാണ് ശരിക്കും അന്വേഷിക്കേണ്ടത്. ആരാണ് രാഹുലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തെ ഒരു നിയമ സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്, പരമപവിത്രമായ ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ആരാണ് രാഹുലിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? നമുക്കറിയാലോ, രാഹുൽ ഈയിടെ നടത്തിയ പ്രസ്താവനകൾ മുഴുവൻ ഒരുപാട് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ. കോടതി തന്നെ ചോദിച്ചു നിങ്ങൾ ഇന്ത്യക്കാരനാണോ എന്ന്. അമ്മാതിരി വർത്താനാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം രാഹുൽ ഇപ്പൊ പെട്ടിരിക്കുകയാണ്. ഈ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, ഈ MK പ്രേമചന്ദ്രനെ പോലുള്ള അത്യാവശ്യം ബോധവും വിവരമുള്ള ആൾക്കാരൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ട് ഇങ്ങനെ തുള്ളാൻ നിൽക്കുകയാണെങ്കിൽ എന്റെ പ്രേമചന്ദ്ര, നിങ്ങളോടൊക്കെ സഹതപിക്കാനേ വഴിയുള്ളൂ കേട്ടോ. ഇയാൾ പറയുന്നത് കേട്ടിട്ട് തുള്ളിച്ചാടാൻ നിൽക്കണ്ട. നിങ്ങൾക്കൊക്കെ സത്യസ്ഥിതി അറിയാലോ. നിങ്ങൾക്ക് നരേന്ദ്രമോദിയോട് വിരോധം ഉണ്ടാവാം, BJPയോട് വിരോധം ഉണ്ടാവാം, സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് വിരോധം ഉണ്ടാവാം. എന്ന് വെച്ചിട്ട് ഈ പൊട്ടം പറയുന്നതിന് കേട്ടിട്ട് തുള്ളരുത് കേട്ടോ. സത്യസ്ഥിതി എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ രാഹുലിന് നോട്ടീസ് തെളിവ് നൽകണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. 2 ഇടത്ത് വോട്ട് ചെയ്തെന്നത് ശകുൻ റാണി നിഷേധിച്ചതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. ശകുൻ റാണി അങ്ങനെ 2 ഇടത്തും വോട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു രേഖയുമില്ല. അങ്ങനെ വല്ല രേഖയും ഉണ്ടെങ്കിൽ തെളിവുമായി വരൂ എന്ന് രാഹുൽ ഗാന്ധിയോട് പറയാണ്. പക്ഷേ മലയാള മനോരമ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്താണ്. മലയാള മനോരമ പറയുന്നു ഈ അങ്ങനെ തെളിവൊന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് മനോരമ എഴുതുന്നത്. ഇതിൽ പക്ഷേ സത്യം പറയാതിരിക്കാനും വയ്യല്ലോ. ഇവർ 2 തവണ വോട്ട് ചെയ്തു എന്ന് സമർത്ഥിക്കാൻ മാധ്യമ സമ്മേളനത്തിൽ രാഹുൽ പ്രദർശിപ്പിച്ച വോട്ടേഴ്സ് സ്ലിപ്പിൽ ശരിയടയാളം രേഖപ്പെടുത്തിയിരിക്കുന്നത് പോളിംഗ് ഓഫീസർ അല്ല എന്നും നോട്ടീസിലുണ്ട്. അതായത് പോളിംഗ് ഓഫീസർ അല്ല ടിക്ക് ചെയ്തത്. ഈ ശകുൻ റാണി എന്ന് പറയുന്ന സ്ത്രീ ആ ബൂത്തിൽ 2 തവണ വോട്ട് ചെയ്തു എന്ന് ടിക്ക് ചെയ്തത് പോളിംഗ് ഓഫീസർ അല്ല. ഇത് വോട്ട് ചെയ്തത് രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള മറ്റാരുമാണ്, വേറൊരു കടലാസാണ് രാഹുൽ ഹാജരാക്കിയത് എന്നാണ് ഈ ഇലക്ഷൻ കമ്മീഷണർ പറയുന്നത്.
വോട്ടർ പട്ടികയിൽ രണ്ടിടത്ത് പേരുണ്ടായിരുന്ന ശകുൻ റാണി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 തവണ വോട്ട് ചെയ്തു എന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാദത്തിനെതിരെ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ 80 ആൾക്കാർ ഒരു മുറിയിൽ നിന്ന് വോട്ട് ചെയ്തു എന്നുള്ള സംഭവം പൊട്ടിപ്പോയി. അത് ചെയ്തത് കോൺഗ്രസ്സുകാരാണ്. പക്ഷെ 80 ആൾക്കാരൊന്നും വോട്ട് ചെയ്തിട്ടില്ല. ഒന്നോ രണ്ടോ ആൾക്കാരെ പോയി വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന കാര്യം തെളിയുന്നു. ശകുൻ റാണി ഒരു ബൂത്തിൽ തന്നെ 2 ഇടത്ത് വോട്ട് ചെയ്തു എന്ന് പറയുന്നത് 2 ടിക്കുമായിട്ടുള്ള രേഖ, അത് ഇലക്ഷൻ കമ്മീഷന്റെ രേഖയല്ല. ശകുൻ റാണി ഒരു സ്ഥലത്ത് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ 2 സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ല തെളിവുണ്ടോ എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയും. രാഹുൽ ഗാന്ധിക്ക് നൽകിയ നോട്ടീസിൽ പറയുന്നു. മറ്റൊന്ന് ഡിജിറ്റൽ രേഖ കൊടുക്കുന്നില്ല എന്ന് പറയുന്ന പകരം ഡിജിറ്റൽ രേഖ ഓൾറെഡി സൈറ്റിലുണ്ട്. ആർക്ക് വേണമെങ്കിൽ ഇലക്ഷന് മുന്നേ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഡിജിറ്റൽ രേഖ പരിശോധിക്കാവുന്നതാണ്, ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, അതിനുള്ള സൗകര്യമുണ്ട് എന്നൊക്കെ പറയുന്നു. പിന്നീട് ഈ തുടക്കത്തിൽ തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സെൻട്രൽ ബംഗളൂരിന്റെ സ്ഥിതി. അവിടെ 7 സെഗ്മെന്റേ ഉള്ളൂ എന്ന് പറയുന്നു. ശരിക്കും 8 സെഗ്മെന്റ് ഉണ്ട്. 7 സെഗ്മെന്റിൽ ഒരിടത്ത് മാത്രമേ BJP മുന്നേറിയിട്ടുള്ളൂ എന്ന് പറയുന്നു. അത് തെറ്റാണ്. 8 സെഗ്മെന്റിൽ 4 സ്ഥലത്ത് BJPയും 4 സ്ഥലത്ത് കോൺഗ്രസുമാണ് മുന്നേറിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സൈറ്റ് നോക്കിയാൽ കാണാം. മാത്രമല്ല ഞാൻ പറഞ്ഞു 2009 മുതൽ 2024 വരെ 4 തവണ തുടർച്ചയായി ബംഗളൂർ സെൻട്രലിൽ ജയിച്ചത് BJP സ്ഥാനാർത്ഥികളാണ്. PC മോഹനാണ്. നിങ്ങൾ പരിശോധിക്കൂ. മാത്രമല്ല ഈ 8 സെഗ്മെന്റിലെ മറ്റൊരു രസം, അതായത് ഈ ബംഗളൂരു സെൻട്രലിലെ 8 സെഗ്മെന്റിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 BJPയുടെ MLA-മാരാണ് എന്ന് പറയാം. ബംഗളൂരു സെൻട്രലിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ കർണാടകയിലെ അതായത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയില്, കോൺഗ്രസിന് ആധിപത്യമുള്ള കർണാടകയില് രാഹുൽ ഗാന്ധി സ്പെസിഫിനായി എടുത്തു കാണിച്ച ഈ ബംഗളൂർ സെൻട്രൽ എന്ന് പറയുന്നത് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ള 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 BJPയുടെ MLA-മാരുള്ളതെന്നേ. എന്ന് പറഞ്ഞാൽ BJPക്ക് അവിടെ ശക്തി കേന്ദ്രമാണ് BJP. അതിൽ ഏറ്റവും ശക്തി കേന്ദ്രം ഈ മഹാദേവപുരയാണ്. അവിടെ ഈ 2024 മാത്രമല്ല, നിങ്ങൾ പരിശോധിച്ച് നോക്കി 2009 മുതൽ 14-ലും 19-ലും 24-ലും ഒക്കെ മഹാദേവപുര എന്ന് പറയുന്നത് BJPയുടെ സ്ട്രോങ് ഹോൾഡാണ്. അവിടെയാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു ഭൂരിപക്ഷം കിട്ടുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിലും തുടർച്ചയായി ഈ മണ്ഡലങ്ങളിലൊക്കെ BJPക്ക് കൺസിസ്റ്റന്റ് ആയ ഒരു മാർജിൻ കിട്ടിയിട്ടുണ്ട്. ഒരു മുന്നേറ്റം BJPക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ രാഹുൽ ഗാന്ധി 4 ദിവസം മുമ്പ് രാഷ്ട്രത്തോട് ഈ ഇലക്ഷൻ കമ്മീഷൻ കള്ളവോട്ട് അല്ലെങ്കിൽ വ്യാജ വോട്ടാണ് ചെയ്തത്, അങ്ങനെയാണ് ഈ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത്, BJP അധികാരത്തിലെത്തി എന്നൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ മുഴുവനും പൊളിഞ്ഞ് പാളിസായിരിക്കുകയാണ്. എന്നിട്ടും ഉളുപ്പില്ലാതെ ഇപ്പോഴിതാ സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു, പ്രക്ഷോഭം നടത്തുന്നു. എത്ര കാലം മോനെ ഇങ്ങനെ ഒച്ചപ്പാടും വേടുണ്ടാക്കിയിരിക്കാൻ പറ്റും? ഇതിന്റെ ഒക്കെ കാരണം എന്താ അറിയോ? ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലൊന്നും കോൺഗ്രസിന് ഒരു രക്ഷയുമില്ല. സതീശന്റെ മുട്ടിടിക്കണ്ട. കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് നിങ്ങൾ ഇക്കോലത്തിലാണെങ്കിലേ കേരളത്തിൽ നിങ്ങൾക്ക് ഒരു ഗതിയും പലഗതിയും ഉണ്ടാവില്ല. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടല്ലോ കേരളത്തിൽ അടുത്ത പ്രാവശ്യം പിണറായിയെ തട്ടി നിങ്ങൾ അധികാരത്തിൽ വരാൻ പോകുന്നുവെന്ന്. ഇതൊക്കെയാണല്ലോ നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ. ഏതായാലും മലയാള മനോരമ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഇതിന്റെ സത്യസ്ഥിതി ഏറെക്കുറെ ഇതിൽ എഴുതിയിരിക്കുന്നു. രാഹുൽ പറഞ്ഞ ശകുൻ റാണിയോ മറ്റാരെങ്കിലുമോ 2 തവണ വോട്ട് ചെയ്തു എന്ന് തെളിയിക്കുന്ന രേഖയുണ്ടെങ്കിൽ അത് നൽകാനും അങ്ങനെയെങ്കിൽ വിശദമായ അന്വേഷണം നടത്താൻ കഴിയുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. അപ്പൊ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന് വളരെ കൃത്യമായ മറുപടി തന്നെയാണ് കൊടുത്തത്. വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ പ്രതീക്ഷിക്കാം. രാഹുൽ ഇതോടുകൂടി തലയിൽ മുണ്ടിട്ട് ഓടേണ്ടതാണ്. ഇപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർണാടകയിലൊന്നും കോൺഗ്രസ്സുകാർക്ക് ഇറങ്ങി നടന്നു കേട്ടോ. അവിടുത്തെ BJPക്കാർ ചോദിക്കാണ്, ഇവിടെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ എത്ര അസംബ്ലി സെഗ്മെന്റ് ഉണ്ടെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലേ കൂട്ടരെ? ഇതിൽ പരൊരു നാണക്കേട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വന്നു ചേരുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ.